ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എഡ്യൂക്കേഷണൽ കമ്മീഷൻസ് നമ്മള് പ്രീ ഇൻഡിപെൻഡൻസ്, അതായത് ബ്രിട്ടീഷ് ഇറയിലത്തെ ആയിരുന്നു പഠിച്ചിരുന്നത്. 1813 ചാർട്ടർ ആക്ടിൽ തുടങ്ങിയിട്ട് നമ്മൾ 1944 സർജൻ റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾ നോക്കിപ്പോയി. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, അതായത് 1947 ശേഷം ഇന്ത്യയിലുണ്ടായ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഓരോരോ കമ്മിറ്റികളെ കുറിച്ചും ഓരോരോ കമ്മീഷൻസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കവർ ചെയ്യുന്നത് 1947 മുതൽ 2005 NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അതുവരെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് എന്ത്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 അല്ലേ. ഇത് നമ്മൾ എപ്പോഴും നോക്കുന്നുള്ളൂ, വേറൊരു വീഡിയോ ആയിട്ട് തന്നെ നോക്കണം. കാരണം UGC നെറ്റിന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, NEP 2020. അത് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോക്ക് കിടക്കാം. അപ്പൊ എന്താണ്, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം ബ്രിട്ടനിൽ നിന്ന്. അങ്ങനെ ബ്രിട്ടീഷുകാരൊക്കെ തിരിച്ചുപോയി, ഇന്ത്യക്ക് ഇന്ത്യതായിട്ടുള്ള ഒരു ഗവൺമെന്റ് വരികയാണ്. അങ്ങനെ ഗവൺമെന്റ് വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്ത്യയുടെ നിലവിലുള്ള വിദ്യാഭ്യാസത്തിന്റെ നയങ്ങളെല്ലാം കുറെ തെറ്റുകൾ നിൽക്കുന്നുണ്ട്. അത് മാറ്റിയിട്ട് നല്ല പുതിയൊരു അതായത് വിദ്യാഭ്യാസത്തിൽ ഒന്നുകൂടി മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യനെ വിദ്യാഭ്യാസത്തിൽ ഒന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ടുള്ള കുറെ നിയമങ്ങൾ വരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം വന്ന കമ്മീഷനാണ് എന്ത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. എന്നാണത്, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 1948 ആര് വരുന്നത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നത്. അപ്പൊ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ളത്. രാധാകൃഷ്ണൻ അല്ലെങ്കിൽ S രാധാകൃഷ്ണൻ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇദ്ദേഹം ആരായിരുന്നു, നമ്മുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അല്ലെ. അതേപോലെ ഇദ്ദേഹത്തിന്റെ പേരിലാണ് എന്തുണ്ടായിരുന്നത്, നമ്മള് ടീച്ചേഴ്സ് ഡേ ആചരിക്കാറില്ലേ നമ്മള്, അത് ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സർവേപ്പള്ളി രാധാകൃഷ്ണനെ. അപ്പോ അദ്ദേഹം ചെയർമാൻ ആയിട്ടുണ്ടായിരുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത്, ഒരു കമ്മീഷനാണ് എന്ത്, രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓക്കെ, അതിന് എന്തും പേര് പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുകൂടി പേര് പറഞ്ഞിട്ടുണ്ട്. രാധാകൃഷ്ണൻ സാറ് നമ്മളുടെ ബനാറസ് ഹിന്ദു ഇല്ലേ, BHU ബനാറസ് ഹിന്ദുവിലത്തെ പ്രൊഫസറൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്തിനാ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്, പേരിൽ നിന്നുണ്ട് എന്താ, യൂണിവേഴ്സിറ്റി. അതായത് എന്താ, ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന അന്നത്തെ കാലത്തെ പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു കമ്മീഷനാണ് എന്ത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇത് 1949 ഓഗസ്റ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1949 ഓഗസ്റ്റില്. അതില് 10 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ഇന്ത്യയിലെ ഓരോ യൂണിവേഴ്സിറ്റികളിലെയും ഈ ഉന്നത തലമായിട്ടുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലെ ഓരോ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പറഞ്ഞു. ഓക്കെ, എന്തൊക്കെയാ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവര്, ഓരോ പോംവഴികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രപ്പോസൽസ് ആണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. എൻറിച്ച്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ലാബോറട്ടറി, നമ്മളുടെ ലൈബ്രറികളും ലാബോറട്ടറികളും കുറച്ചും കൂടി എൻറിച്ച് ആവാനുണ്ട്, കുറച്ചും കൂടി നല്ല വേർഷനിലോട്ട് മാറാനുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ എന്താ, പ്രൊവിഷൻ ഫോർ ബെറ്റർ യൂസ് ഓഫ് ലാംഗ്വേജസ്. അതേപോലെ എന്താ ഉള്ളത്, ചേഞ്ച് ഇൻ എക്സാമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ പാറ്റേൺ, ഈ കാണാതെ പഠിച്ചെഴുതുന്നതിൽ നിന്നും കുറച്ചും കൂടി മാറ്റമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിക്ക്. പിന്നെന്താണ്, 3 ലാംഗ്വേജ് ഫോർമുല, നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന 3 ലാംഗ്വേജ് ഫോർമുല, അത് അന്നേ ഉണ്ടായിരുന്നു അല്ലേ. 3 ലാംഗ്വേജ് ഫോർമുല ഫോർ എവിടെ, ഗ്രാജുവേറ്റ് ലെവലില് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഒരു ഡിഗ്രിക്ക് പോവുകയാണെങ്കിൽ എന്താണ്, 3 ലാംഗ്വേജ് ഫോർമുലയുള്ള ഒരു വിദ്യാഭ്യാസ നയമായിരിക്കും അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെന്താ പറഞ്ഞുള്ളത്, ഇത് ഇമ്പോർട്ടന്റ് ആ, ടീച്ചർ പ്ലേ വൈറ്റൽ റോൾ ഇൻ എഡ്യൂക്കേഷൻ. ടീച്ചറാണ് എന്ത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിലെ ഘടകം എന്നാണ് ആര് പറഞ്ഞത്, നമ്മളുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞത്. അതേപോലെ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ, അതായത് എന്താ, കാർഷികപരമായ വിദ്യാഭ്യാസം ആളുകൾക്ക് നൽകണം എന്ന് പറഞ്ഞു. ഓക്കെ, അതേപോലെ എന്താ ഉള്ളത്, ഒരു മെഡിക്കൽ കോളേജിലുള്ള കുട്ടികളുടെ എണ്ണം, മാക്സിമം അഡ്മിഷന്റെ എണ്ണം എത്ര പാടുള്ളൂ, 100 പാടുള്ളൂ, അതിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താ, നമ്മളുടെ വൈവ അല്ലെങ്കിൽ വൈവ വോസ് എക്സാം ഉണ്ടാവില്ലേ, അതൊക്കെ എന്താണ്, പ്രൊഫഷണൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമേ അങ്ങനെയുള്ള എക്സാംസ് പാടുള്ളൂ. ബാക്കിയുള്ളവർക്ക് റിട്ടേൺ ടെസ്റ്റുകളോ അല്ലെങ്കിൽ വേറെ ടെസ്റ്റുകളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൈവ എക്സാംസുകളൊക്കെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ PG സ്റ്റുഡൻസിന് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ.
ഇനി എന്താ വരുന്നത്? സ്റ്റുഡൻസ് ഷുഡ് അണ്ടർഗോ ഫിസിക്കൽ എക്സാമിനേഷൻ. സ്റ്റുഡൻസ് എന്ത് വേണം? ഫിസിക്കൽ എക്സാമിനേഷന് എന്ന് കൊല്ലത്തിൽ ഒരു വട്ടമോ അല്ലെങ്കിൽ അഡ്മിഷന്റെ സമയത്തോ പോകണം. ഫിസിക്കലി ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. വളരെ നല്ലൊരു കാര്യമായിരുന്നു അല്ലേ അത്? പിന്നെന്താ? ആൾ യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് ഹാവ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് സർവീസ്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്തുണ്ടാവണം? ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ഉണ്ടാകണം. ഇപ്പോഴും നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും ഇതൊന്നും ഫോളോ ആയിട്ടില്ല എന്നുള്ള സത്യം. പിന്നുള്ളതാണ് എന്ത്? എല്ലാ സ്റ്റുഡൻസും NSSഉം അല്ലെങ്കിൽ NCC പോലുള്ള ട്രെയിനിങ്സ് നിർബന്ധമായും എടുക്കണം എന്നുള്ളത്. പിന്നെന്താ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എക്സാം എഴുതുന്ന UGC നെറ്റിലത്തെ UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അത് ഏതിന്റെ ഭാഗമായിട്ടാണ് സെറ്റപ്പ് ആയത്? നമ്മളുടെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ഭാഗമായിട്ട് ആണ് സെറ്റപ്പ് ആയത്. UGC ഷുഡ് സെറ്റപ്പ് ഫോർ അലോക്കേറ്റിംഗ് ഗ്രാന്റ്സ് ടു യൂണിവേഴ്സിറ്റി. UGCയുടെ പണി എന്താ? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ UGCയുടെ ഉത്തരവാദിത്തം എന്താ? അലോക്കേറ്റിംഗ് ഗ്രാന്റ്സ് ടു യൂണിവേഴ്സിറ്റീസ്. എന്താണ്? ഓരോ യൂണിവേഴ്സിറ്റിക്കും അല്ലെങ്കിൽ ഓരോ കോളേജസിനുമുള്ള ഗ്രാന്റുകൾ അല്ലെങ്കിൽ എന്താ സഹായങ്ങൾ, പൈസ സാമ്പത്തികമായുള്ള സഹായങ്ങൾ എല്ലാം നൽകുന്നത് ആരായിരിക്കണം? UGC ആയിരിക്കണം. ഓക്കെ. അതേപോലെ എന്ത് ചെയ്തു ഇവര്? ഒരു സ്ട്രക്ചറൽ ഹയറാർക്കി യൂണിവേഴ്സിറ്റീസിന് വേണമെന്ന് പറഞ്ഞു. ഈ സ്ട്രക്ചറൽ ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പേരൊക്കെ വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. ഏറ്റവും തലപ്പത്ത് ആരായിരിക്കണം? നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആയിരിക്കണം അല്ലേ? തൊട്ട് താഴെ ആര് വരണം? നമ്മളുടെ വൈസ് ചാൻസലർ വരണം. അതും അറിയില്ല എല്ലാവർക്കും. പിന്നെ വരേണ്ടതാണ് എന്ത്? നമ്മളുടെ സെനറ്റ്. അത് കഴിഞ്ഞ് വരേണ്ടതാണ് എന്ത്? നമ്മളുടെ സിൻഡിക്കേറ്റ്. അത് കഴിഞ്ഞിട്ട് ആര് വരും? അക്കാഡമിക് കൗൺസിൽസ്. അക്കാഡമിക് കൗൺസിൽസ്. പിന്നെ ആരാണ് വരുന്നത്? നമ്മളുടെ ഫാക്കൽറ്റീസ്. പിന്നെയാണ് വരുന്നത് ആര്? നമ്മളുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്നൊക്കെ പറയാം നമ്മൾ അല്ലേ? ബോർഡ് ഓഫ് സ്റ്റഡീസ്. പിന്നെ വരുന്നതാണെന്ത്? നമ്മളുടെ ഫൈനാൻസ് കമ്മിറ്റി. ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ഫൈനാൻസ്. ഏറ്റവും അവസാനം വരുന്നതാണെന്ത്? സെലക്ഷൻ കമ്മിറ്റി. ഈ ഒരു സ്ട്രക്ചറൽ ഹയറാർക്കിയിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്? ഓരോ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കേണ്ടതെന്നാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ പറയുന്നത് അല്ലേ? ഇപ്പോഴും ഏകദേശം ഇതുപോലെ തന്നെയാണല്ലോ ഉണ്ടാവുന്നത്. ഏറ്റവും മുകളിൽ ഒരു ചാൻസലർ ഉണ്ടായിരിക്കും. ചാൻസലർ ആരായിരിക്കും? നമ്മളുടെ ഗവർണർ ആയിരിക്കും അല്ലെ? പിന്നെയാണ് VC വരുന്നത്. പിന്നെ സെനറ്റ്, സിൻഡിക്കേറ്റ് എന്നുള്ള രീതിയിലേക്ക് താഴോട്ട് 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 പോരും. പിന്നെന്താണ്? കമ്പൽസറി 12-year സ്കൂൾ എഡ്യൂക്കേഷൻ ബിഫോർ ജോയിനിങ് കോളേജ്. കോളേജിൽ ചേരുന്നതിന് മുന്നേ എന്ത് വേണം? 12 വർഷം നമ്മൾ നിർബന്ധമായിട്ടും സ്കൂൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കണം. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു വെച്ചിട്ട് ഇറങ്ങി പോവല്ല, പറഞ്ഞു വെക്കുകയാണ്. എന്താണത്? നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും വീക്കസ്റ്റ് ലിങ്ക്, വിദ്യാഭ്യാസത്തിലുള്ള ഏറ്റവും വീക്കസ്റ്റ് ആയി കിടക്കുന്ന ഘടകം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെന്ന് കൂടിയാണ് പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും വീക്കായി കിടക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചിട്ട് ആര് പോവുകയാണ്? നമ്മളുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ പോവുകയാണ്. അതിനുശേഷമാണ് ആര് വരുന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് എന്ത്? വീക്കസ്റ്റ് ലിങ്ക് എന്ന് ആര് പറഞ്ഞു? രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അല്ലെ? അതിനുശേഷം എന്ത് പറയാണ്? സോറി, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അല്ല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വേറെ ഉണ്ട്. അപ്പൊ എന്താണ്? അതിനുശേഷം എന്ത് പറയാണ്? ആര് വരികയാണ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരികയാണ്. 1952 ആര് വന്നു? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നു. അതാരാണ് ചെയർമാൻ? ലക്ഷ്മൺ സ്വാമി മുതലിയാർ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? മുതലിയാർ കമ്മീഷൻ എന്ന് കൂടി പറയും. ഈ ലക്ഷ്മൺ സ്വാമി മുതലിയാർ നമ്മളുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ VC ഒക്കെ ആയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പോ ഇവരുടെ എയിം എന്താണ്? നമ്മളുടെ പേരിൽ തന്നെ ഉണ്ട്. എന്താ? സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നല്ലേ? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നല്ലേ? അപ്പൊ എന്താ? റീഓർഗനൈസിങ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. അതാണ് എന്ത്? നമ്മളുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ എയിം. നമ്മളുടെ ടീച്ചിങ് ഷുഡ് ഷിഫ്റ്റ് ഫ്രം വെർബലിസം ആൻഡ് മെമ്മറൈസേഷൻ ടു ലേണിംഗ് ത്രൂ റിയലിസ്റ്റിക് സിറ്റുവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. എന്താ? നമ്മളുടെ ടീച്ചിങ്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? വെർബലിസത്തിൽ നിന്നും മെമ്മറൈസേഷനിൽ നിന്നും. വെർബലിസം അല്ലെങ്കിൽ മെമ്മറൈസേഷൻ ഒക്കെ എവിടെ വരുന്നത്? നമ്മളുടെ റോട്ട് ലേണിംഗ് അല്ലെ? റോട്ട് ലേണിംഗ് അല്ലേ ഇവിടെ നടക്കുന്നത്? റോട്ട് ലേണിംഗിൽ നിന്നും മാറിയിട്ട് എങ്ങോട്ട് പോകണം? റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ലേണിംഗ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലോട്ട്, കാര്യങ്ങൾ മാറണം, വിദ്യാഭ്യാസം മാറണം എന്ന് പറയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു 3 സ്റ്റേജ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ?
4 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ എന്ത് വേണം, പ്രൈമറി എഡ്യൂക്കേഷൻ ഒരു കുട്ടിക്ക് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, 3 വർഷം മിഡിൽ സ്കൂൾ അല്ലെങ്കിൽ സീനിയർ ബേസിക് സ്കൂൾ അല്ലെങ്കിൽ ലോവർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 3 വർഷം കുട്ടിക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കണം. അതിനുശേഷമാണ് എന്ത് കൊടുക്കേണ്ടത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ. അത് എത്ര വയസ്സ് വരെയാണ്, 11 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള 7 വർഷ കാലയളവ് അവൻ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നാണ് മുതലിയാർ കമ്മീഷൻ പറയുന്നത്. അല്ലെ? അപ്പൊ മുതലിയാർ കമ്മീഷൻ കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താ, 1952 വന്നു. സെക്കൻഡറി എഡ്യൂക്കേഷന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ആര് വന്നത്, മുതലിയാർ കമ്മീഷൻ വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ആലോചിക്കണം. പിന്നെ 7 ഇയർ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, വെർബലൈസേഷനും മെമ്മറൈസേഷനും മാറിയിട്ട് നമ്മളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലോട്ട് കാര്യങ്ങൾ മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ടെക്നിക്കൽ സ്കൂളുകളെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ എന്താ, വൊക്കേഷണൽ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെന്താ, 3 വർഷം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഫസ്റ്റ് ഡിഗ്രി, അവരുടെ ആ വിദ്യാർത്ഥിയുടെ ആദ്യത്തെ ഡിഗ്രി ആ കുട്ടിക്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അതേപോലെ എന്തുണ്ട്, നമ്മളുടെ കൺവേർട്ട് സ്കൂൾ ടു മൾട്ടി പർപ്പസ് സ്കൂളുകൾ. മൾട്ടി പർപ്പസുകൾ, ഒറ്റ കാര്യങ്ങളിലല്ല ഒതുങ്ങാതെ പല ഭാഗങ്ങളിലൂടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, സ്കില്ലുകളാണെച്ചാലും സ്കിൽ ഡെവലപ്മെന്റ്സ് ആണെച്ചാലും ആർട്ട് ഡെവലപ്മെന്റ്സ് ആണെച്ചാലും എല്ലാം പഠിപ്പിക്കുന്ന മൾട്ടി പർപ്പസ് സ്കൂളുകളിലോട്ട് കൂടുതൽ സ്കൂളുകളെ കൺവേർട്ട് ചെയ്യണം എന്ന് പറയാണ്. പിന്നെന്താ പറയുന്നത്, CCE എന്ന് പറഞ്ഞ എന്താ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു ഫോർമേറ്റീവ് എന്നൊക്കെ പറയാം. നമ്മൾ മുന്നേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഫോർമേറ്റീവ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്നൊക്കെ പറയില്ലേ, ഫോർമേറ്റീവ് വാല്യുവേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് വേണ്ടത്. അതന്നെയാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലും പറയുന്ന കാര്യങ്ങളിലുള്ളത്. നമ്മളുടെ 2020 കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ സ്കൂളില് ഒരു ടീച്ചർ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പരീക്ഷ പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് തരുന്നു, അതിനുശേഷം ആ ടീച്ചർ അത് നോക്കുന്നു, വീണ്ടും അടുത്ത ടോപ്പിക് എടുക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തരുന്നു. അങ്ങനെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ആ ഒരു വർഷത്തിലെ പലതവണ ആ ടീച്ചർ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കുട്ടികളെ. അപ്പൊ ഒറ്റ പരീക്ഷ, ലാസ്റ്റത്തെ ഒരു സെം എക്സാം അല്ല, ലാസ്റ്റത്തെ കൊല്ല പരീക്ഷയിലൂടെ നമ്മൾ ഇവാലുവേഷൻ നടത്താണ്ടേ കുട്ടിക്ക് കുട്ടിയുടെ ഭാഷയിലൂടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് നോക്കുക. അതെങ്ങനെയാ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേയിലൂടെ, ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റിലൂടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇതിനെ പ്രൊമോട്ട് ചെയ്തു. അതേപോലെ എന്താ, റെക്കമെൻഡഡ് 3 ലാംഗ്വേജ് ഫോർമുല ഫോർ ഹയർ സെക്കൻഡറി. മുന്നേ എന്തായിരുന്നു പറഞ്ഞിരുന്ന രാധാകൃഷ്ണ കമ്മീഷൻ, നമ്മളുടെ 3 ലാംഗ്വേജ് ഫോർമുല കോളേജ് വിദ്യാഭ്യാസത്തിലായിരുന്നു വേണ്ടിയിരുന്നത്, ഗ്രാജുവേറ്റ് ലെവലിലായിരുന്നു. ഇവിടേക്ക് എന്താ, ഈ മുതലിയർ കമ്മീഷൻ വന്നപ്പോഴേക്കും ഹയർ സെക്കൻഡറിയിലും കൂടി നമുക്ക് 3 ലാംഗ്വേജ് ഫോർമുല അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ, പ്രിൻസിപ്പിൾ ടു ഫോളോ ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് കരിക്കുലം. ഒരു കരിക്കുലം ഉണ്ടാക്കണമെങ്കിൽ, ഒരു നയരേഖ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളത്, ഒരു കൊല്ലം കുട്ടി എന്തൊക്കെ പഠിക്കണം നോക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെയാ, പ്രിൻസിപ്പിൾ ഓഫ് വെറൈറ്റി ആൻഡ് എലാസ്റ്റിസിറ്റി ഫോളോ ചെയ്യണം. അതേപോലെ പ്രിൻസിപ്പിൾ ഓഫ് ട്രെയിനിങ് ഫോർ ലീഷർ, അതെന്താണ്, പഠിക്കൽ മാത്രമല്ല, കുട്ടിക്ക് കുറച്ച് ലേഷർ അഥവാ ഒരു റിലാക്സേഷൻ പോലുള്ള രീതിയിലായിരിക്കണം എന്തുണ്ട് ഒരു കരിക്കുലം ഫോം ചെയ്യേണ്ടത്. പിന്നെന്താ, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് കോറിലേഷൻ ഓഫ് കരിക്കുലം, ഇതും കൂടി ഫോളോ ചെയ്യണം. അതായത് എന്താ, ഇന്റഗ്രേഷൻ ആൻഡ് കോറിലേഷൻ ഓഫ് കരിക്കുലം കൂടി ഫോളോ ചെയ്യണം. ഡൗട്ട് ഇല്ലല്ലോ. അപ്പോ മെയിൻ ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതാണ് സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അതേപോലെ CCEന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 11 to 17 വയസ്സ് വരെ ആയിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞത്. 7 വർഷത്തിന്റെ റോട്ട് മെമ്മറൈസേഷൻ മാറ്റിയിട്ട് കുറച്ചും കൂടി എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഇതിനൊക്കെ കഴിഞ്ഞ ശേഷമാണ് എന്താ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എപ്പോഴും നമ്മളുടെ UGC കാര്യങ്ങൾ പരീക്ഷയില് UGC നെറ്റില് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കാണാറുള്ള കോത്താരി കമ്മീഷൻ വരുന്നത്. കോത്താരി കമ്മീഷൻ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇല്ലേ, വളരെ ഒരു വിപ്ലവകരമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് കോത്താരി കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ എന്നാ വരുന്നത്, 1964 ആര് വരുന്നത്, കോത്താരി കമ്മീഷൻ വരുന്നത്. ഇതാണ് DS കോത്താരി കേട്ടോ. അപ്പൊ DS കോത്താരി ആയിരുന്നു ആര്, ഇതിന്റെ ചെയർമാൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. DS കോത്താരി ആയിരുന്നു ആര്, ചെയർമാൻ. ഇതിനെ എങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, എല്ലാ പേരുകളും ഏകദേശം ഒരേപോലെയാണ്. നിങ്ങളൊരു ചാർട്ട് പോലെ അടച്ചാൽ അപ്പുറം മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതി വെക്കുക. തെറ്റിപ്പോകാൻ കുറെ ചാൻസ് ഉണ്ട് ഏതാണുള്ളത്.
കോത്താരി കമ്മീഷനെ പറഞ്ഞിരുന്നത് എന്താ? ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി കമ്മീഷൻ ഏതായിരുന്നു? ഹയർ സെക്കൻഡറി കമ്മീഷൻ ഏതായിരുന്നു? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ നമ്മളുടെ മുതലിയാർ കമ്മീഷൻ. ഇതിലെന്താണ് 7 ഇന്ത്യൻ മെമ്പേഴ്സും 5 ഫോറിൻ മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 5 ഫോറിൻ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം വന്നിരുന്നത് USSR, നമ്മളുടെ ജപ്പാന്, UK, USA, ഫ്രാൻസ്, ഇത്രയും ആളുകളായിരുന്നു. ഇത്രയും രാജ്യങ്ങളിലുള്ള 5 ഫോറിൻ മെമ്പേഴ്സ് കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ചേർന്ന ഒരു 12 അംഗ സംഘമായിരുന്നു കോത്താരി കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പുറമെ 20 കൺസൾട്ടൻസ് ഫ്രം യുനെസ്കോ കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ റിപ്പോർട്ടിൽ എന്തായിരുന്നു ടൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എഡ്യൂക്കേഷണൽ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷണൽ ആൻഡ് നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അതേപോലെ ഇവരുടെ ഈ റിപ്പോർട്ടിന്റെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ പേജിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആമുഖത്തില് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ഹെർ ക്ലാസ് റൂം. നമ്മളുടെ ഇന്ത്യയുടെ ഭാവി ആ ഇന്ത്യയുടെ ക്ലാസ് റൂമുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ഉടലെടുക്കുന്നതാണ് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നതെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കോത്താരി കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏതൊരു പരീക്ഷയ്ക്ക് PYQ കണ്ടിട്ടുണ്ട്. അതേപോലെ എന്താ? സയൻസ് എഡ്യൂക്കേഷൻ ബിക്കം ദ ഇന്റഗ്രൽ പാർട്ട്. സയൻസ് എഡ്യൂക്കേഷൻ, കുട്ടികളിലെ ശാസ്ത്രബോധം വളർത്തണം എന്നുള്ളത് ഒരു ഇന്റഗ്രൽ പാർട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആയിട്ട് കോത്താരി കമ്മീഷൻ പറയുകയാണ് ഉണ്ടായത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യ കെയിം അപ്പ് വിത്ത് ഫസ്റ്റ് NEP. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ NPE എന്ന് പറയും നമ്മളെ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 വന്നത് എന്ത് കാരണമാണ്? നമ്മളുടെ കോത്താരി കമ്മീഷൻ കാരണമാണ്. ടോട്ടൽ എത്ര എണ്ണം വന്നിട്ടുള്ളത്? 1968 ആദ്യത്തത് വന്നു. രണ്ടാമത് 1986. 6 8 തിരിച്ചിട്ടാൽ മതി. 1986 എന്ത് വന്നു? രണ്ടാമത്തെ NEP വന്നു. മൂന്നാമത്തെ വന്നു 2020 അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയണതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോക്കസ് ഓൺ മോഡേണൈസേഷൻ. മോഡേണൈസേഷനിലാരും എന്ത് വേണ്ടത്? എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ ഇസ് ദ കീ ടു ഓപ്പൺ മോഡേണൈസേഷൻ. നമ്മളുടെ മോഡേണൈസേഷന്റെ താക്കോൽ എന്ന് പറയുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ ആണ്. വർക്ക് എക്സ്പീരിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫാക്ടർ ലീഡിംഗ് ടു ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു പീരീഡ് വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്? നമ്മളുടെ തുന്നല് അല്ലെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കുന്ന വേറെ സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങൾ അതൊക്കെ പഠിപ്പിച്ചിരുന്നില്ലേ? അങ്ങനെയുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാണ്? ശരിക്കും കോത്താരി കമ്മീഷനാണ്. വർക്ക് എക്സ്പീരിയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ ഫാക്ടർ ലീഡിംഗ് ടു എങ്ങനെയാ ടെക്നോളജിയിലേക്കും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യാവസായികമായിട്ടുള്ളൊരു ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മളുടെ വർക്ക് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുള്ളത്. കുട്ടികളുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ളൊരു രൂപരേഖ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു അടിത്തറ എന്നൊക്കെ വേണിച്ചാൽ നമുക്കിത് പറയാം. അങ്ങനെയാണ് എന്തുണ്ടായിട്ടുള്ളത്? വർക്ക് എക്സ്പീരിയൻസ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. പിന്നെന്താ വരുന്നത്? സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി വൊക്കേഷണൽ. വൊക്കേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലധിഷ്ഠിതം. തൊഴിൽ അധിഷ്ഠിതമായിട്ട് വേണം നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ കുട്ടികളെ, അല്ലെ? പിന്നെന്താ? സ്പെഷ്യൽ അറ്റൻഷൻ ടു എഡ്യൂക്കേഷൻ ഓഫ് വുമൺ. എങ്ങനെയാ? കുട്ടികൾക്ക് ആർക്കൊക്കെയാ? സ്ത്രീകൾക്ക്, അതേപോലെ ഈ അംഗവൈകല്യം ഉണ്ടായിരുന്നവർക്ക്, അതേപോലെ OBC അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക്, അതേപോലെ ഷെഡ്യൂൾഡ് ട്രൈബുകൾ ഉള്ളവർക്ക്, അത്രയും ആളുകൾക്കൊക്കെ എന്താണ് കൂടുതൽ അറ്റൻഷൻ എഡ്യൂക്കേഷൻ, അവരെ എഡ്യൂക്കേഷനിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ അവരെ കൂടുതൽ സാമൂഹികമായിട്ട് മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടി സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്ന് നമ്മളുടെ കോത്താരി കമ്മീഷൻ പറഞ്ഞു. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? ഫ്രീ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് മെറ്റീരിയൽസ് അറ്റ് പ്രൈമറി സ്റ്റേജ്. നമ്മളുടെ പ്രൈമറി സ്റ്റേജിൽ എന്ത് കൊടുക്കാം കുട്ടികൾക്ക്? ഫ്രീ ആയിട്ട് പാഠപുസ്തകങ്ങളും അതിന്റെ ഉള്ള പാഠപുസ്തക സാമഗ്രികളും എന്ത് കൊടുക്കുകയാണ്? കോത്താരി കമ്മീഷൻ കൊടുക്കണം എന്ന് പറയാണ്. പിന്നുള്ളത് എന്താ? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ടു സ്കൂൾ സ്റ്റുഡൻസ്. പിന്നെ 60 വർഷമാക്കിയിട്ട് റിട്ടയർമെന്റ് ഏജ് മാറ്റി. 60 വയസ്സിൽ ടീച്ചർമാർ റിട്ടയർ ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പോയിന്റ് ആണ് എന്ത്? 10+2 പാറ്റേൺ. നമ്മൾ കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന 10+2+3 10+2+3 പാറ്റേൺ ആരാണ് കൊടുത്തിട്ടുള്ളത്? നമ്മളുടെ കോത്താരി കമ്മീഷനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ എന്താക്കി? വർക്ക് എക്സ്പീരിയൻസ് എന്ത് ചെയ്തു? കമ്പൽസറി ആക്കി. ഈ വർക്ക് എക്സ്പീരിയൻസ് കമ്പൽസറി ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? LP ക്ലാസ്സുകളിൽ, അതായത് ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കുകൾ, UP ക്ലാസ്സുകളിൽ കുറച്ചും കൂടി ക്രാഫ്റ്റുകളായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിട്ടുള്ളത്. അതേപോലെ ലോവർ സെക്കൻഡറി ക്ലാസ്സുകളിലാണ് ചില നമ്മളുടെ വർക്ക്ഷോപ്പ് ട്രെയിനിങ് അല്ലെങ്കിൽ കുട്ടികളെ ഗാർഡനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കൃഷികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ലോവർ സെക്കൻഡറിയിൽ വർക്ക് എക്സ്പീരിയൻസ് വേണ്ടത്. പിന്നെ ഹയർ സെക്കൻഡറിയിൽ അല്ലച്ച ഹൈസ്കൂൾ ഭാഗങ്ങളിലൊക്കെ എത്തുകയാണെന്ന് എന്താ വേണ്ടത്? നമ്മളുടെ വർക്ക്ഷോപ്പ് ട്രെയിനിങ്ങുകൾ, ഓരോ വർക്ക്ഷോപ്പുകൾ നമ്മളിപ്പോ ഇപ്പോഴും ഉണ്ടാവുമല്ലോ, നമ്മളെ
ഇപ്പോ AI ട്രെയിനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ സയൻസിന്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ. അതേപോലെ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടുവരണം കൂടിയുണ്ട്. അതേപോലെ ഫാം ഹൗസുകള്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൊടുക്കണം കുട്ടികൾക്ക് വർക്ക് എക്സ്പീരിയൻസിൽ പറയുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് എന്ത് കോത്താരി കമ്മീഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ 3 ലാംഗ്വേജ് ഫോർമുല നമ്മൾ പറഞ്ഞല്ലോ. 3 ലാംഗ്വേജ് ഫോർമുല എങ്ങനെയാ വരുന്നത്? നമ്മളിപ്പോ കേരളത്തിലത്തെ തമിഴ്നാട് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെ ഡൊമിനേറ്റഡ് ആവാത്ത സംസ്ഥാനങ്ങളിലാണെങ്കിൽ ആദ്യത്തെ ലാംഗ്വേജ് എന്തായിരിക്കും? മദർ ടങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യും. മലയാളമാണെങ്കിൽ മലയാളം, തമിഴാണെന്ന് വെച്ചാൽ തമിഴ്. രണ്ടാമത് എന്താ? ഹിന്ദി ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്നുള്ള രീതിക്ക് ഉപയോഗിക്കും. മൂന്നാമത്തെ എന്താ? ഇംഗ്ലീഷ് എന്ത് ചെയ്യും? ഒരു ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള രീതിക്ക് ഉപയോഗിക്കും. പിന്നെ വരണതാണ് എന്ത്? നമ്മളുടെ ഹിന്ദി ഡൊമിനേറ്റഡ് ആയിട്ടുള്ള, ഹിന്ദി മദർ ടങ് ആയിട്ടുള്ള ഭാഗങ്ങൾ, അവിടെ എന്തായിരിക്കും? ഹിന്ദി എന്തായിരിക്കും? ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് മാറി. അപ്പൊ എന്താ? നമ്മളുടെ ഹിന്ദിക്ക് പകരം എന്ത് ചെയ്തു? വൺ ഓഫ് ദ മോഡേൺ ലാംഗ്വേജസ് ആയിട്ടുള്ള ഏത് വേണിച്ചാലും, ഫ്രഞ്ച് ആണെച്ചാലും, അല്ലെങ്കിൽ ഏതാണെച്ചാലും, ജർമ്മൻ ആണെച്ചാലും ഒക്കെ എന്താണ്? മോഡേൺ ലാംഗ്വേജസ് ആണ്. അതൊക്കെ എന്ത് ചെയ്യും? ഒരു എക്സ്ട്രാ ലാംഗ്വേജ് ആയിട്ട് പഠിക്കും. പിന്നെന്താണ്? ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് പഠിക്കും. മോഡേൺ ലാംഗ്വേജിൽ വരുന്ന ഇന്ത്യൻ ഭാഷകളുണ്ട് വെച്ചാൽ അതും പറ്റും. പിന്നെയാണ് എന്ത് വരുന്നത്? NPE 1968. നമ്മൾ മുന്നേ പറഞ്ഞു, നമ്മളുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നമ്മൾ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞില്ലേ? അതൊക്കെ എന്താണ്? ഈ 1968 കോത്താരി കമ്മീഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1962 ബേസ്ഡ് ഓൺ കോത്താരി കമ്മീഷന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോ ആ സമയത്ത് ആരായിരുന്നു നമ്മളുടെ പ്രധാനമന്ത്രി? 1962 ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി, അല്ലെ? അപ്പോ ഇതിന്റെ എയിം എന്താ? പുതിയ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടിരുന്നതിന്റെ എയിം എന്താ? ഒരു നാഷണൽ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൾ, എല്ലാവർക്കും ഒരേപോലെയുള്ള അവസരം എത്തിക്കുക എന്നുള്ളതാണ് എന്തുണ്ടായിരുന്നത്? നമ്മളുടെ NPE 1968 ഒരു ഉദ്ദേശം. അപ്പൊ എന്താണ് അതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്? പ്രൊവൈഡിങ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ആൾ ചിൽഡ്രൻ അപ് ടു 14. 14 വയസ്സ് വരെയുള്ള, അല്ലെ, 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എന്ത് കൊടുക്കുകയാണ്? നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്, വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുകയാണ് 1968 ഭാഗമായിട്ട്, NPE ഭാഗമായിട്ട്. പിന്നെന്താ? 3 ലാംഗ്വേജ് ഫോർമുല സെക്കൻഡറി എഡ്യൂക്കേഷനിൽ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെന്ത് വരുന്നുണ്ട്? നമ്മളുടെ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞ സംസ്കൃതം നമ്മളുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അങ്ങനെ നമ്മൾ കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊമോഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സാൻസ്ക്രിറ്റ് ഒരു പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെന്താണ്? റൂറൽ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഈ ഉൾഭാഗങ്ങളിലോട്ട് അല്ലെങ്കിൽ ഗ്രാമങ്ങളിലോട്ട് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയാണ്. പിന്നെന്താ? ഒരു ഇന്ത്യയുടെ ഒരു വർഷത്തെ ഇൻകം അതിന്റെ 6% എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം? നമ്മളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് കോത്താരി കമ്മീഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ NPE 1968 ഭാഗമായിട്ട് പറയുകയാണ്. സെറ്റ് എ ടാർഗറ്റ് ഫോർ എഡ്യൂക്കേഷൻ എക്സ്പെൻഡിച്ചർ ടു റീച്ച് 6% ഓഫ് ഇന്ത്യസ് ഇൻകം. പക്ഷേ നമ്മളുടെ 1968 മുതൽ 2025 വരെ ആയാലും 2026 ആയാലും കൂടി ഇത് നമുക്ക് ഇതുവരെ അച്ചീവ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. 2026 അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോ അന്നത്തെ ഇതിലെ എഡ്യൂക്കേഷൻ എന്തായിരുന്നു? എഡ്യൂക്കേഷൻ വാസ് ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ്. അതായത് ഒരു സ്റ്റേറ്റിന്റെ അണ്ടറിൽ, സ്റ്റേറ്റിന്റെ കൺട്രോളിൽ വരുന്നതാണ് എന്ത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെന്ന് എന്തുണ്ടായിരുന്നത്? എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതിലുള്ളത് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അതായത് 3 ലിസ്റ്റ് ആണല്ലോ ഉള്ളത്. സ്റ്റേറ്റ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, കൺകറന്റ് ഉണ്ട്, അല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ അണ്ടറിൽ മാത്രം വരുന്നത്. അതായത് ഇപ്പൊ ഒരു എന്താ പറയാ, പോലീസ് ഒക്കെ എന്താണ് നമ്മളുടെ സ്റ്റേറ്റ് ലിസ്റ്റാ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയന്റെ അണ്ടറിൽ മാത്രം വരുന്നത്. ഇപ്പൊ ഈ മാരേജ് ഇല്ലല്ലോ, മാരേജ് കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ മാരേജ് അല്ലെങ്കിൽ ഡൈവോഴ്സ് ഇതൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ പിന്നെ യൂണിയന്റെ അണ്ടറിൽ മാത്രം വരുന്ന പറഞ്ഞപ്പോ ഡിഫൻസ് അല്ലെങ്കിൽ ഇപ്പോ സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റില്ല. യൂണിയന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ത്? യൂണിയൻ ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്തായിരുന്നു അന്ന്? എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. NPE 1968 ഭാഗമായിട്ട്. ഇനി എന്താ? ഇൻട്രൊഡ്യൂസ്ഡ് കോമൺ സ്കൂൾ സിസ്റ്റം. എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട്
ഒരു കോമൺ സ്കൂൾ സിസ്റ്റം കൂടി ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ വരുന്നത്, 1968 NP വന്നു. NPനെ ഒന്നും കൂടി റിവ്യൂ ചെയ്തിട്ട് എന്ത് വന്നു, ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി 1977 നമ്മളുടെ നിലവിലുള്ള NP ഉണ്ടായിരുന്നല്ലോ 1968 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉണ്ടായിരുന്നത്, അതിനെ ഒന്നും കൂടി റിവ്യൂ ചെയ്തിട്ട് അതിലത്തെ കുറച്ച് പോരായ്മകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് 1977 ആര് വരികയാണ്, നമ്മളുടെ ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി വരികയാണ്. എങ്ങനെ കൂടി പറയാറുണ്ട്, ആൾസോ നോൺ ആസ് റിവ്യൂ കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, റിവ്യൂ കമ്മിറ്റി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റിയാണ് കേട്ടോ. പിന്നെന്താ, ഓവറോൾ റിവ്യൂ ഓഫ് NPE 1968. അതേപോലെ എന്താ, ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ വേണം. ഫ്ലെക്സിബിലിറ്റി ഇൻ കരിക്കുലം, കരിക്കുലത്തില് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആവണം, ഒരു റിജിഡ് ആവരുത്, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യത്തിനുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കരിക്കുലം വേണം എന്നുള്ളത് പറയാണ്. അതേപോലെ വർക്ക് എഡ്യൂക്കേഷൻ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യണം. അതേപോലെ സജസ്റ്റഡ് ടേം സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക്, അതായത് വർക്ക് എക്സ്പീരിയൻസിനുള്ള ഒരു പുതിയ പേരായിട്ട് എന്ത് പറയാണ്, സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്നുള്ളൊരു പേര് കൂടി ആര് സജസ്റ്റ് ചെയ്യാണ്, നമ്മളുടെ ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി സജസ്റ്റ് ചെയ്യാണ്. ഇതിന്റെ ചെയർമാൻ സ്വാഭാവികമായിട്ട് ആരായിരിക്കും, ഈശ്വർഭായ് പട്ടേൽ അല്ലെ. അങ്ങനെ 1977 കഴിഞ്ഞ് 1986 നമ്മൾ എത്തുകയാണ്. 1986 എന്ത് വരുന്നത്, ഇന്ത്യയിലത്തെ രണ്ടാമത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നും കൂടിയും പറയാം. 1986 വരികയാണ്. അപ്പോ അതിന്റെ ചെയർമാൻ ആരായിരുന്നു, ആചാര്യ രാമമൂർത്തി ആയിരുന്നു എന്ത്, അതിന്റെ ചെയർമാൻ. അപ്പോ അതേ സമയത്ത് എന്തായിരുന്നു, മുന്നേ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ആരായി, നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു ചെയർമാൻ, പ്രധാനമന്ത്രി. പോളിസി പ്രയോറിറ്റൈസ് എന്താണ്, ECCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ എന്നാണ് കേട്ടോ. ഏർലി, നമ്മൾ എന്തായാലും NEP പഠിക്കുമ്പോൾ അതിലെന്തായാലും വരുന്നൊരു കാര്യമാണ് ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ. അതാണെന്ത്, ECCE. അതായത് ഈ ചെറിയ കുട്ടികളിലുള്ള പ്രൈമറി ക്ലാസ്സുകളിലുള്ള വിദ്യാഭ്യാസത്തിനെ കുറച്ചും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത്, ECCE. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എന്താ, റിമൂവൽ ഡിസ്പാരിറ്റീസ്, ആളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അല്ലച്ചാൽ ഈ തമ്മിലുള്ള നിലവാര വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ആളുകൾ തമ്മിലുള്ള, അതൊക്കെ ഡിസ്പാരിറ്റീസ് എന്ത് ചെയ്യണം, റിമൂവൽ ചെയ്യണം എന്ന് പറയാണ്. അതേപോലെ എന്ത് പറയുന്നുണ്ട്, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്. ഇത് മുന്നേക്കുള്ള എന്തായിരുന്നു, ടീച്ചർ സെന്റേർഡ് അപ്രോച്ച് ആയിരുന്നു. ഇതിലെന്താ, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കൂടുതൽ എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്ത്, NPE 1986. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്തുള്ളത്, വളരെ ഫേമസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. നമ്മൾ കുറെ തവണ കേട്ടിട്ടുള്ളത് രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ളത്. ഇതെന്താ, ഒരു ക്ലാസ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എസെൻഷ്യൽ സാധനങ്ങൾ, ഒരു മിനിമം ഫെസിലിറ്റീസ് നമുക്ക് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മിഷൻ ആയിരുന്നു എന്ത്, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് അതിൽ എന്ത് വേണം, 2 ടീച്ചർമാരെങ്കിലും വേണം മിനിമം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് വേണം ഒരു സ്കൂളിൽ. അതേപോലെ എസെൻഷ്യൽ ടീച്ചിങ് മെറ്റീരിയൽസ് വേണം ഒരു ക്ലാസ്സിലായി കഴിഞ്ഞാൽ. അതേപോലെ എൻഷുർ ഇക്വിറ്റബിൾ ആക്സസ് ഫോർ SC ST ആൻഡ് ഗേൾ സ്റ്റുഡൻസ്, അതായത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ആദിവാസി അല്ലെങ്കിൽ ട്രൈബൽ വിഭാഗങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെച്ചാൽ കൂടി, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെച്ചാൽ കൂടി എന്ത് ചെയ്യണം, കൂടുതൽ എൻഷുർ ചെയ്യണം. എന്ത് എൻഷുർ ചെയ്യണം, ഇക്വിറ്റബിൾ ആക്സസ് എൻഷുർ ചെയ്യണം എഡ്യൂക്കേഷനിൽ എന്ന് പറയുകയാണ്. അതാണ് എന്താ, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഒരു സ്മാൾ വേർഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ടുണ്ട്, നമുക്ക് അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെന്താ, അഡൾട്ട് എഡ്യൂക്കേഷൻ ലിറ്ററസി ക്യാമ്പയിൻ. അതെന്താ, നമ്മള് ഈ 15 to 35 വയസ്സിനിടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു എന്ത്, അഡൾട്ട് എഡ്യൂക്കേഷൻ ലിറ്ററസി ക്യാമ്പയിൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ്, ഓരോ ആളുകളിൽ പോയിട്ട് വയസ്സായ ആളുകൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ, മധ്യവയസ്സുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ള രീതിക്ക് 15 to 35 ആളുകൾക്ക് എന്ത് ചെയ്തു, നമ്മള് സാക്ഷരത കൂടുതലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. പിന്നെന്താ, എലിമിനേറ്റ് വുമൺ ഇല്ലിറ്ററസി. പിന്നെ അതെടുത്ത് വരുന്ന എന്താ, ഇൻട്രൊഡ്യൂസ്ഡ് MLL, മിനിമം ലെവൽ ലേണിംഗ്. ഓരോരുത്തർക്കും ഒരു മിനിമം ലെവൽ ലേണിംഗ് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ എന്താ, ഡെവലപ്മെന്റ് ഓഫ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് തുടങ്ങണം എന്ന് പറയണം. അങ്ങനെയല്ല, അതിന്റെ മുന്നേ തന്നെ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതെന്തായിരുന്നു, 1985 തുടങ്ങിയ നമ്മളുടെ ഇഗ്നോ 1985 തുടങ്ങി. എതിർശ്യം വന്നിട്ടുള്ള 1986 പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. പിന്നെന്താ, യൂണിവേഴ്സൽ എൻറോൾമെന്റ് അപ് ടു 14 ഇയർ. 14 വയസ്സുള്ളവരിലുള്ള എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, സ്കൂളിൽ പോയിട്ട് പഠിക്കണം. എല്ലാ കുട്ടികളും 14 വയസ്സ് വരെ പഠിക്കണം, 14 വയസ്സ് വരെ. ഓക്കെ. പിന്നെന്താ വരുന്നത്,
ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓരോ 5 വർഷം കൂടുമ്പോഴും റിവ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. നീസ് എന്താ? നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓരോ 5 വർഷം കൂടുന്തോറും നമ്മൾ റിവ്യൂ ചെയ്യണം. പിന്നെന്താ ഉള്ളത്? ലേഡ് ഫൗണ്ടേഷൻ ഫോർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 2009 വന്ന എഡ്യൂക്കേഷൻ ആക്ട് ഏതായിരുന്നു? നമ്മളുടെ ആർട്ടിക്കിൾ 21A അല്ലേ? ആർട്ടിക്കിൾ 21A ഭാഗമായിട്ടല്ലേ റൈറ്റ് ടു എഡ്യൂക്കേഷൻ നടക്കുന്നത്? ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്താണ് അത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എവിടെയാ വന്നത്? 1986 ഉണ്ടായിട്ടുള്ള NPE ആണ്. ഓക്കെ, ലേഡ് എ ഫൗണ്ടേഷൻ ഫോർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അതെന്തായിരുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ വരുന്നുണ്ടായിരുന്നത്? നമ്മൾ പറയുന്നത് 14 വയസ്സ് വരെ നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടികൾക്കും നൽകണം എന്നുള്ള ഒരു ആക്ട് ആയിരുന്നു അത്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു? സ്ട്രെങ്തൻ UGC അല്ലെങ്കിൽ AICTE, NCERT, SCERT അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംഘടനകളൊക്കെ, സംഘടന എന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്താ പറയാ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം. ഓക്കെ, അവർക്കൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം. എസ്റ്റാബ്ലിഷ്ഡ് KVS, കേന്ദ്രീയ വിദ്യാലയ, അതേപോലെ നവോദയ, SSA, സർവശിക്ഷ അഭിയാൻ. ഇതൊക്കെ ആരുടെ മിഷനിലാണ് തുടങ്ങിയിട്ടുള്ള? ഏത് പോളിസിയിലാണ് തുടങ്ങിയിട്ടുള്ള? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ എന്താണ്? കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന് കൂടുതൽ എംഫസൈസ് ചെയ്യുകയാണ്. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏത്? ലേഡ് ഫൗണ്ടേഷൻ ഫോർ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഓക്കെ, അപ്പോ ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? പ്രോഗ്രാം ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ റിവൈസ്ഡ് നാഷണൽ പോളിസി എന്നൊക്കെ പറയും. നമ്മുടെ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യ നേപ്പാൾ സമയത്ത്, ഇന്ത്യയുടെയും നേപ്പാളിന്റെയും കൂടി ഭാഗമായിട്ട്. അതിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. അപ്പോ ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ 1992 സമയത്ത് പുതിയ ഗവൺമെന്റ് വരികയാണ്, NDA ഗവൺമെന്റ് വരികയാണ്. അതിന്റെ പ്രധാനമന്ത്രിയായിട്ട് ആര് വരികയാണ്? നമ്മളുടെ നരസിംഹറാവു വരികയാണ്. അങ്ങനെയാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ, നമ്മളുടെ നിലവിലുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, ന്യൂ പോളിസി ഓൺ എഡ്യൂക്കേഷൻ കുറച്ചും കൂടി റിവൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? ആചാര്യ രാമമൂർത്തി. ആചാര്യ രാമമൂർത്തിയാണ് കേട്ടോ, ആചാര്യ രാമമൂർത്തി. ഓക്കെ, ഇവരായിരുന്നു അദ്ദേഹമായിരുന്നു എന്ത്? പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 ചെയർമാൻ. ഓക്കെ, ഇതെന്താ ചെയ്തിട്ടുള്ളത്? എംഫസൈസ് ഓൺ നാഷണൽ ലിറ്ററസി മിഷൻ. നാഷണൽ ലിറ്ററസി മിഷന് എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മളുടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആയിരുന്നു. ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ഈച്ച് സ്റ്റേറ്റ്. എല്ലാ സ്റ്റേറ്റിലും ഇഗ്നുവിന്റെ സഹായത്തോടു കൂടി ഓരോ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കി. അതേപോലെ എന്താ? അബോളിഷ് നീഡ് ഫോർ ഡിഗ്രി ഫോർ ക്ലറിക്കൽ പോസ്റ്റ്. ക്ലറിക്കൽ പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണ്ട? ഡിഗ്രി ആവശ്യമില്ല എന്നുള്ളൊരു നിയമം കൂടി ഉണ്ടാക്കി. പിന്നെന്താ വരുന്നത്? ഗീവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ടു NCTE. ടീച്ചേഴ്സിന്റെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ആയിരുന്നു എന്താ? NCTE. അതിന് വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ പദവി നൽകുകയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ്. പിന്നെന്താ? റെസിഡൻഷ്യൽ ആശ്രം സ്കൂൾസ് ഹാവ് ഓപ്പൺ ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. ട്രൈബൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റെസിഡൻഷ്യൽ ആശ്രംസ് തുടങ്ങി. അതേപോലെ കോമൺ എഡ്യൂക്കേഷൻ പാറ്റേൺ ഫോർ ഓൾ ഇന്ത്യ. ഇന്ത്യയിൽ മൊത്തം ഒരു 10 +2 +3 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ഇന്ത്യയിൽ മൊത്തം ഒരുമിച്ചിട്ട് തുടങ്ങുകയാണ്. പിന്നെന്താണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നമ്മളുടെ UP അപ്പർ പ്രൈമറി, നേരത്തെ എന്തായിരുന്നു? പ്രൈമറി ലെവലിലായിരുന്നു നമ്മുടെ രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇത് ഫോക്കസ് ചെയ്തിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യാണ്? ഒരു അപ്പർ പ്രൈമറി ലെവലിലേക്ക് കൂടി ഇത് കൊണ്ടുവരണം എന്ന് പറയുകയാണ്. പിന്നെ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് എന്ത്? നമ്മളുടെ NCF 2005. NCF 2005. NCF എന്ന് പറഞ്ഞാൽ എന്താ? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. ഇത് എത്രാമത്തെ ഫ്രെയിംവർക്കാ? 4ാമത്തെ ഫ്രെയിംവർക്കാ. അപ്പൊ അതിന് മുന്നേ എന്തൊക്കെ വന്നിട്ടുണ്ട്? 1975 വന്നിട്ടുണ്ട്. അതേപോലെ 1988 വന്നിട്ടുണ്ട്, 2000 വന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ്? 2005 വന്നിട്ടുണ്ട്. അപ്പോ ഈ 3 തവണ വന്നപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബിഹേവിയറിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സ്കൂൾ ഓഫ് കോൺസെപ്റ്റ് ആണ് എന്ത്? ബിഹേവിയറിസം. അതിന്ന് മാറിയിട്ട് ബിഹേവിയറിസ്റ്റ് കോൺസെപ്റ്റ് എന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2005 ഒന്നുകൂടി കൺസ്ട്രക്റ്റിവിസ്റ്റ് കോൺസെപ്റ്റിലോട്ട്, ഓക്കെ, കൺസ്ട്രക്റ്റിവിസ്റ്റ് കോൺസെപ്റ്റുകളിലോട്ട് അല്ലച്ച കൺസ്ട്രക്റ്റിവിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ പറയാം നമുക്ക്. നമ്മളുടെ ലേ വൈഗോട്സ്കി,
വൈഗോട്സ്കി തുടങ്ങി വെച്ച ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ത് നമ്മളുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് ഒക്കെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, 2005 ഒന്നുകൂടി കൺസ്ട്രക്റ്റിവിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറികളിലോട്ട് ഊന്നൽ നൽകിക്കൊണ്ടാണ്, അതായത് കുട്ടിയുടെ വളർച്ചയ്ക്ക് കുട്ടിയുടെ സമൂഹം കൂടി, അല്ലെങ്കിൽ കുട്ടി ഓരോ നോളജ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടി എങ്ങനെയാണ് പഠിച്ച് ഓരോ സാധനങ്ങൾ ഓരോ വിവരങ്ങളും കുട്ടിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കൺസ്ട്രക്റ്റിവിസത്തില്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെന്താ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള കാര്യം കൂടി ഉണ്ട്. എന്താ? ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ. അതായത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഒരു സ്ട്രെസ് ഫ്രീ എഡ്യൂക്കേഷൻ, നമുക്ക് സ്ട്രെസ് ഒന്നും ഇല്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത് എന്ന് പറയാണ് ആര്? NCF 2005 വന്നിട്ട് പ്രൊഫസർ യശ്പാൽ പറയാണ്. നമ്മൾ പ്രൊഫസർ യശ്പാൽ ആയിരുന്നു ആര്? ഇതിന്റെ ചെയർമാൻ. ഈ NCF 2005 വരുന്നതിന് തൊട്ട് മുന്നേ ഒരു യശ്പാൽ കമ്മിറ്റി കൂടി ഉണ്ടായിരുന്നു. അതായത് NCF വരാൻ പ്രൊപ്പോസ് ചെയ്തത് ഈ യശ്പാൽ കമ്മിറ്റി ആയിരുന്നു. അതിന്റെ ചെയർമാനും യശ്പാൽ തന്നെയായിരുന്നു. അത് ജസ്റ്റ് പറഞ്ഞു തന്നേള്ളൂ കേട്ടോ. അതിന് നമ്മൾ എന്ത് പറഞ്ഞു പറയൂ? ഈ അതെന്തായിരുന്നു? 1992 ഉണ്ട്. 1992 NCF വഴി ഉണ്ടായത് അങ്ങനെയാണ്. 1992 ഒരു നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരുന്നു. നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്, അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷെ NCF 2005 കണ്ടിട്ടുണ്ട്. യശ്പാലാണ് അദ്ദേഹം, പ്രൊഫസർ യശ്പാൽ ആയിരുന്നു അതിന്റെ ചെയർമാന്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഗൈഡ് ലൈൻസ്, ഇതിലെന്താ ഉണ്ടായിരുന്ന? ഗൈഡ് ലൈൻസ് ഫോർ സിലബസ്. നമ്മളുടെ സിലബസിനുള്ള ഓരോ ഗൈഡ് ലൈൻസ്, ടെക്സ്റ്റ് ബുക്കിനുള്ള അല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയൽസിനുള്ള ഓരോ ഗൈഡ് ലൈൻസ് ആണ് ഇതിലുണ്ടായിരുന്നത്, ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഷിഫ്റ്റിംഗ് ഫ്രം റോട്ട് ലേണിംഗ് ടു എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഹോളിസ്റ്റിക് അപ്രോച്ച്, റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കുന്നതാണ് എന്താ റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഒരു പാസീവ് ലേണിംഗ് ആണ് എന്താ റോട്ട് ലേണിംഗിൽ നടക്കുന്നത്. അതിൽ നിന്നും എവിടേക്കാണ് മാറുന്നത്? ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, അതായത് ഒരു 360 ഡിഗ്രി ഡെവലപ്മെന്റിലോട്ട്. 360 ഡിഗ്രി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ നമ്മളുടെ ആർട്ട് അല്ലെങ്കിൽ കൾച്ചറൽ കാര്യങ്ങള്, അല്ലെങ്കിൽ സ്പോർട്സ്, ഫിസിക്കൽ കാര്യങ്ങള്, ഇതിലേക്കൊക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു 360 ഡിഗ്രിയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. പഠിക്കുന്ന കാര്യങ്ങള് ജസ്റ്റ് ബുക്കിലോട്ട് മാത്രം പഠിക്കാതെ ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാം പഠിക്കുന്ന രീതിയിലോട്ട് ഇത് മാറുകയാണ്. ഷിഫ്റ്റിംഗ് ഫ്രം റോട്ട് ലേണിംഗ് ടു ഹോളിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെന്താ? ഫോസ്റ്റേഴ്സ് ക്രിയേറ്റിവിറ്റി ടു ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു കുട്ടിയുടെ ഉള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെന്താ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, എല്ലാവരെയും ഇൻക്ലൂസീവ് ചെയ്തിട്ട് ഒരുമിപ്പിച്ചിട്ട് ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ത് ചെയ്തു? ഒരു 12 അംഗ കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഡെവലപ്പ് ന്യൂ കരിക്കുലം ഫോർ സ്കൂൾ ഏർലി ചൈൽഡ്ഹുഡ് കെയർ അല്ലെങ്കിൽ ടീച്ചർ ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ. അതിനു വേണ്ടിയിട്ട് 2021 ഇതൊരു കറണ്ട് അഫയർ എന്നുള്ള രീതിയിൽ പറഞ്ഞേ ഉള്ളൂ. 2021 ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്താ? അതിന്റെ ചെയർമാൻ ആണ് ആര്? നമ്മളുടെ കസ്തൂരി രംഗൻ. നമ്മൾ കസ്തൂരി രംഗൻ പഠിക്കും എന്തായാലും. എങ്ങനെ പഠിക്കുന്നത്? നമ്മളുടെ NEP 2020 ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്തൂരി രംഗനാണ് കേട്ടോ. അത് നമ്മൾ വേറെ അടുത്ത ക്ലാസ്സിലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ എഡ്യൂക്കേഷൻ ടെക്നോളജി ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെന്താ? ഡിസൈൻഡ് ടു അഡ്രസ് 4 ക്രൂഷ്യൽ ഇഷ്യൂസ്. എന്തൊക്കെയാ 4 ഇഷ്യൂസ് നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ പർപ്പസ്. എക്സ്പീരിയൻസ് എന്തിനാണുള്ളത്? വിദ്യാഭ്യാസത്തിനുള്ള ഒരു എക്സ്പീരിയൻസ്, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത. അസസിങ് ദ ലേണർ, ആ ലേണറെ അസസ്മെന്റ് ചെയ്യുന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം എന്നുള്ള രീതിക്ക്. അല്ലെങ്കിൽ എന്താ? ഓർഗനൈസിങ് ദ എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ്. ഒരു എഡ്യൂക്കേഷനിലുള്ള വിദ്യാഭ്യാസത്തിലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് ഒരു ഓർഗനൈസ്ഡ് രീതിയിലായിട്ട് മാറണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ? എംഫസൈസ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനെ കൂടി എംഫസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് വന്നു? നമ്മളുടെ 17 സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിലെ സിലബസുകളിൽ മാറ്റമുണ്ടായി. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? നമ്മളുടെ ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്ന രീതിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോത്താരി കമ്മീഷൻ, അതേപോലെ സെക്കൻഡറി മുതലിയാർ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതേപോലെ ആദ്യം മുതൽ രാധാകൃഷ്ണൻ കമ്മീഷൻ, ഇവരെന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ NCF 2005 ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ എല്ലാത്തിലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ NEP 2020 ആണ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.